പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പകൽ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതിന് ആധാരമായി നാം വായിച്ച വാക്യം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദി ബുക്ക് ഓഫ് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവൃത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തീത്തോസിൻ്റെ ലേഖനം 2:11 പറഞ്ഞ വാക്യം തുടങ്ങിയാണ് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയത്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ദൈവഭക്തിയോടും കൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈവകൃപയിലൂടെ അനുരഞ്ജനത്തിൻ്റെ ഒരു വാഗ്ദാനം നമുക്കുണ്ട്. ദൈവകൃപയിലൂടെ അനുരഞ്ജനത്തിൻ്റെ ഒരു സമയം നമുക്ക് കർത്താവ് നൽകി തന്നു. ദൈവകൃപയിലൂടെ തന്നെ അനുരഞ്ജനത്തിൻ്റെ പ്രവൃത്തി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നല്ലോ. അത് കഴിഞ്ഞ് നമ്മളെ തീത്തോസ് 2:14 കാണുകയുണ്ടായി. നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു വന്നു. എന്നാൽ ഇന്ന് അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അഥവാ മറ്റൊരു വചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കണമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. The book of 1 Corinthians chapter 15 verse 10. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപ അത്രേ. കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്ന അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ആരംഭത്തിൽ തന്നെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ ആ സിദ്ധാന്തത്തെ ഉറപ്പിക്കുവാൻ ചില പ്രബോധനങ്ങൾ നൽകുകയാണ്. കാരണം ഇത് കൊടുക്കുവാൻ കാരണമായി തീർന്നത് കൊരിന്ത്യയിലുള്ള ചില വിശ്വാസികൾ ഈ പ്രത്യേക അടിസ്ഥാനപരമായ തത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തനിക്ക് അറിവ് കിട്ടിയപ്പോഴാണ്. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? പൗലോസ് അവരോട് ചോദിക്കുന്നു. കൊരിന്ത്യ സഭ വളരെയധികം കൃപാവരങ്ങളാൽ സമ്പന്നമായ സഭ, വളരെയധികം അനുഗ്രഹീതമായി പോകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്ന സഭ. എന്നാൽ ആ സഭയിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ആദ്യ ഭാഗത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ആ സഭയിൽ തന്നെ ചിലർ പറയുന്നു മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന്. അപ്പോൾ പൗലോസ് ചോദിക്കുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ലല്ലോ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണല്ലോ, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം എന്തുകൊണ്ട് നിങ്ങളില്ല എന്ന് പറയുന്നു? അങ്ങനെ നിങ്ങളില്ല എന്ന് പറയുന്നെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ച് കടന്നു വന്നത്? നമ്മുടെ പ്രസംഗമോ വചനമോ വിശ്വാസമോ ഇതെല്ലാം വെറും പാഴ്വാക്കുകളായിട്ട് പാഴ്വേലകളായിട്ട് മാറുമല്ലോ എന്നാണ് വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ എൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നന്നായിട്ട് പരാമർശിക്കുന്നുണ്ട്. തിമോത്തിയോസിനോട് പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ നീ ശ്രമിക്കണം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ നീ ഒഴിഞ്ഞിരിക്കണം.
അത് ക്യാൻസർ പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കും. അത് ഒരുപാട് ദോഷമുണ്ടാക്കുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദൈവമക്കൾ ഇടപെടരുത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആർഗ്യുമെൻ്റ് നടത്താൻ പോകരുത്, അല്ലെങ്കിൽ ദൈവിക സത്യത്തിൽ നിന്ന് നമ്മളെ ദൂരേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ നാം ഇടപെടാൻ പോകരുതെന്ന് നമുക്ക് വചനത്തിൽ ഉടനീളം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആമേൻ. പൗലോസ് തന്നെ പറയുന്നു 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, അവിടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അവിടെ ചിലർ സത്യവചനത്തെ അനുസരിക്കാതെ അതിന് വിരുദ്ധമായി ഉപദേശിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പൗലോസിന് തിമോത്തിയോസിനോട് ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പം അതിൻ്റെ അർത്ഥം, നമുക്ക് ലഭിച്ച അടിസ്ഥാനപരമായ സത്യത്തിൽ, ഉപദേശത്തിൽ നാം എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ദൈവമക്കളുടെ ഒരു പ്രത്യേകത അതാണ്. നാം പ്രാപിച്ച വിശ്വാസത്തിൽ, നാം വിശ്വസിച്ചു വന്ന അടിസ്ഥാനപരമായ സത്യങ്ങളിൽ, അതിൽ നാം എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ഉപദേശങ്ങൾ ധാരാളം അവിടെയും ഇവിടെയുമായി തെറ്റായിട്ട് കടന്നു വരുമ്പോൾ നാം അതിൽ ദൃഷ്ടി വെക്കുവാനായിട്ട് പാടില്ല. നാം അതിൻ്റെ പുറകെ പോകുവാനായിട്ട് പാടില്ല. നാം വിശ്വസിച്ച് കടന്നു വന്ന യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണ്, ആ സത്യം വചനത്തിൽ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് വിശ്വസിച്ചതാണ്. പരിശുദ്ധാത്മാവ് അതിനെ കൂട്ടുനിന്ന് നമുക്കതിനു വേണ്ടി ശക്തി പകർന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നാം അതിൽ നിന്ന് മാറിപ്പോകുന്നു? എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട് 14-ാം വാക്യത്തിൽ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം, ആമേൻ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു വിഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പല വിശ്വാസികളും അവിടെയും ഇവിടെയും പലതും കേൾക്കുമ്പോൾ, പലതും കാണുമ്പോൾ തെറ്റായിട്ട് പഠിപ്പിക്കുന്നവരുടെ ഉപദേശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടിപ്പോകുവാൻ, ചഞ്ചലിച്ചു പോകുവാൻ, ഉറപ്പ് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ സത്യം വിട്ട് തെറ്റി എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്. ഉദാഹരണമായി ഇവിടെ 2 വ്യക്തികളെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 18-ാം വാക്യത്തിൽ, ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് അവർ തെറ്റിപ്പോയി. അടിസ്ഥാനപരമായ സത്യത്തിൽ ഉറച്ചു നിൽക്കാതെ അത് വിട്ട് അവർ പോയി. എന്താണ് അവർ പറയുന്നത്? പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. അവരുടെ വിശ്വാസം പോയി എന്നുള്ളത് മാത്രമല്ല, മറ്റനേകരുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാൻ അവർ ശ്രമം നടത്തുകയാണ്. പക്ഷെ 19-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ആർക്കും മറിച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും മാറ്റാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും തുടച്ചു മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ, ആമേൻ, കർത്താവിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. എൻ്റെ കൂടെ പറയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയം സഭയുടെ സുപ്രധാനവും കാതലായതുമായ ഒരു അടിസ്ഥാനമാണ്. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയ അവർ വാസ്തവത്തിൽ നിത്യതയിൽ കർത്താവിൻ്റെ പുത്രന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രതിഫലത്തെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിജാതീയരായ ആളുകൾ, കർത്താവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, കർത്താവിനെ അറിയാത്ത ആളുകൾ ഈ സത്യത്തെ നിഷേധിച്ചാൽ അത് നമുക്കത്ര അതിശയമായി തോന്നുകയില്ല. കാരണം അവർക്കത് അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനവും ശുദ്ധീകരണവും പ്രാപിച്ച് സത്യവിശ്വാസത്തെ യഥാർത്ഥമായി ഗ്രഹിച്ച് മുമ്പോട്ട് വന്ന ആ വിശ്വാസികൾ ഇപ്രകാരമുള്ള സത്യത്തെ നിഷേധിക്കുന്നത് വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. അതും ഇത്രയും പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാനമായ സത്യം. പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവരോട് പറയുന്നു, അവരിൽ താൻ പ്രസംഗിച്ച കാര്യങ്ങൾ, അവരെ പ്രബോധിപ്പിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ട് ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും എന്ന ഈ അടിത്തറയിലാണ്
മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ സിദ്ധാന്തവും അടിയുറച്ചിരിക്കുന്നു എന്നതാണ് അവിടെ ഉറപ്പിക്കുവാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് തന്നെ 1 മുതൽ 9 വരെയുള്ള 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളിൽ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ ഉറപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുകയാണ് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ച് നിങ്ങൾ ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾ ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അനന്തരം അവർ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ജീവനോടിരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ആമേൻ. എന്നിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് പൗലോസ് പറയുന്നത്. 9-ാം വാക്യം: ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. പക്ഷെ 10-ാം വാക്യത്തിൽ പറയുന്നു: എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഹല്ലേലൂയ. ദൈവകൃപയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ വളരെ കാതലായ ഒരു സത്യമാണ് പൗലോസ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഇതുവരെ എത്തിയത് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞതുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിച്ചിട്ട് നമ്മോട് തന്നെ നമ്മുടെ ഉള്ളങ്ങളോട് തന്നെ ആമേൻ ചാരിതാർത്ഥ്യത്തോടെ, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ പറയേണ്ട ഒരു സത്യം ഇതാണ്: ഞാനായിരിക്കുന്നത്, ഞാനാകുന്നത്, ഞാൻ ഇതുവരെ എത്തിയത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നാം ഇതുവരെ കടന്നു വന്നത്, നാം ഇതുവരെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നാം പ്രാപിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയിലാണ്. താൻ പറയുന്നു, എന്നോടുള്ളതായ അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. പ്രൈസ് ദി ലോർഡ്. തനിക്കൊരു നന്മയുമില്ല, തൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പൗലോസ് പറയുന്നു. തനിക്ക് വ്യക്തിപരമായ തൻ്റെ മെറിറ്റ്സ് ഒന്നും ഇവിടെ പറയാനായിട്ടില്ല. തനിക്ക് എന്തെങ്കിലും പ്രത്യാശ വിശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രം. തൻ്റെ ആ വാഞ്ച, ആ മിടുക്ക്, കഴിവ്, തൻ്റെ ആ ഇതുവരെ കടന്നു വന്നതായ, തന്നെ നടത്തിയതായ തൻ്റെ ആ ജീവിതത്തിലെ നേട്ടങ്ങൾ, ഇതെല്ലാം ദൈവം തനിക്ക് തന്നതാണ്. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുവാൻ പൗലോസ് താല്പര്യപ്പെടുക. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് തന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും താൻ തന്നെ പറയുന്നുണ്ട്. ആമേൻ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാനും വകയുണ്ട്. മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് വളരെയുണ്ട്. എഴുതാൻ പറയുന്നു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു കഴിഞ്ഞ് ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവ് ഈ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ആമേൻ. അപ്പം ഞാനാകുന്ന ദൈവകൃപയാലാകുന്നു.
അവൻ്റെ കൃപ, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല എന്ന് പൗലോസ് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പൗലോസിന് ലഭിച്ച ദൈവകൃപയെ അതിൻ്റെ എല്ലാ അളവിലും പൗലോസ് ഉപയോഗിപ്പാനായിട്ട് തന്നെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചു. അതിൻ്റെ ധൈര്യത്തിലാണല്ലോ, അതിൻ്റെ ആശ്വാസത്തിലാണല്ലോ പൗലോസ് നമ്മോട് പറയുന്നത്. നമ്മുടെ കുറിവാക്യം അതാണല്ലോ, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചതൊക്കെ എവിടുന്ന? നമ്മൾ ഈ ഒരു നില വരെ എത്തിയത് എങ്ങനെയാണ്? ആരോ നമ്മളിവിടെ കൊണ്ടുവന്നത്? ഇതെല്ലാം കർത്താവിൻ്റെ കരുണയും കൃപയുമല്ലേ? കർത്താവല്ലേ നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നത്? ആമേൻ. എന്നാൽ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെയും തന്നോടുകൂടിയുള്ള മറ്റ് അപ്പോസ്തലന്മാരെയും കുറിച്ചൊരു കമ്പാരിസൺ സ്റ്റഡി ഇവിടെ നടത്തുന്നുണ്ട്, ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട്. അതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ അവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്ഥാപിക്കാനല്ല. അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പുതിയ നിയമ സഭയ്ക്ക് 14 ഈടുറ്റ ലേഖനങ്ങളിൽ എഴുതിയ, ഇന്ന് നമ്മൾ വളരെയധികം വിശ്വാസത്തിൽ ബലം പ്രാപിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന പൗലോസിൻ്റെ റോമർ തുടങ്ങി ഹല്ലേലൂയ തിമോത്തിയോസ്, തീത്തോസ് വരെയുള്ള ലേഖനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. എബ്രായ ലേഖനവും പൗലോസ് എഴുതപ്പെട്ടു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ പുതിയ നിയമ സഭയ്ക്ക് 14 ലേഖനങ്ങൾ എഴുതി അനേക സഭകൾ സ്ഥാപിച്ചു, അനേക ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവന്നതായ പൗലോസ് അപ്പോസ്തലൻ വാസ്തവത്തിൽ മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ തനിക്ക് ശ്രേഷ്ഠതയില്ലേ? തനിക്ക് ശ്രേഷ്ഠതയുണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും തനിക്ക് ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അത് ഒരു വാക്കിൽ ഒന്ന് പറഞ്ഞ് താൻ മുമ്പോട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കമ്പാരിസൺ സ്റ്റഡി നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ താരതമ്യ പഠനം നടത്തുമ്പോൾ താൻ പറയുന്നു, അവർക്കുള്ളതുപോലെയുള്ള ഒരു അഡ്വാൻറ്റേജസും എനിക്കില്ല, അങ്ങനെയുള്ള ഒന്നും എനിക്കില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് ദോഷമായിട്ട് പറയാനേ ഉള്ളൂ, ഉപദ്രവമായിട്ട് പറയാനേ ഉള്ളൂ. കാരണം പറയുന്നു, താൻ സഭയെ ഉപദ്രവിച്ചവനാണ്, കർത്താവിനെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് ഇന്ന് തൻ്റെ മേൽ ദൈവത്തിൻ്റെ ഈ വലിയ കൃപ വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണെന്ന് താൻ പറയുക. ഹല്ലേലൂയ. മറ്റ് അപ്പോസ്തലന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കർത്താവിനോടുകൂടി ഒരുമിച്ച് 3-3.5 വർഷത്തോളം സമയം ഒരുമിച്ചായിരുന്നവർ, കർത്താവുമായിട്ട് അടുത്തിരുന്ന് ഒരുമിച്ച് ഭക്ഷിച്ചവർ, ഒരുമിച്ച് സഞ്ചരിച്ചവർ, ഒരുമിച്ച് ദിനംതോറും പല കാര്യങ്ങൾ സമ്പാദിച്ചവർ, സാമീപ്യം അനുഭവിച്ചവർ, ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് നേരിൽ പറഞ്ഞു കൊടുത്തത് കേട്ടതായിരിക്കുന്ന ആളുകൾ, വ്യക്തിപരമായ കർത്താവിനെ രുചിച്ചറിഞ്ഞവരായിരുന്നു അവരോരോരുത്തർ. എന്നാൽ തനിക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള യാതൊരു അഡ്വാൻറ്റേജസും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് താൻ പറയുന്നു. താൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു എന്ന് താൻ അവകാശപ്പെടുക. പക്ഷേ ആ പാപികളിൽ ഒന്നാമനായിരുന്നിട്ടുകൂടി ആ അഗ്രഗണ്യന്മാരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എന്നെയും എണ്ണുവാൻ തക്കവണ്ണം കർത്താവ് എന്നെയും ഒരു അപ്പോസ്തലനാക്കി തീർത്തു എന്നുള്ളതാണ് പൗലോസിൻ്റെ ഇവിടെ പരാമർശിക്കുന്ന വിഷയം. ഹല്ലേലൂയ. അപ്പോൾ തനിക്ക് ഈ അപ്പോസ്തലത്വം ലഭിച്ചത്, തന്നെ വിളിച്ചു വേർതിരിച്ചത്, തനിക്ക് വലിയ ബഹുമതി കർത്താവ് തന്നത്, തന്നെ ഈ വലിയ വേലയ്ക്കായി കർത്താവ് നിയോഗിച്ചത്, അതിൻ്റെ പുറകിൽ തനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് പൗലോസ് അംഗീകരിക്കുന്നു. പൗലോസ് അത് എടുത്തു പറയുന്നു, അത് തുറന്നു കാട്ടുവാൻ പൗലോസ് ആഗ്രഹിക്കുക. അപ്പോൾ ഒരു യോഗ്യതയുമില്ലായിരുന്ന തനിക്ക് ഇത്ര വലിയ പദവി കർത്താവ് നൽകിയപ്പോൾ പൗലോസ് ഒരു കാര്യം തീരുമാനിച്ചു, തീർച്ചയായിട്ടും
ഇതൊരിക്കലും വേസ്റ്റായി പോകരുത്, ഇതൊരിക്കലും വ്യർത്ഥമായി പോകരുത്. എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ പരമാവധി പ്രയോജനമുണ്ടാക്കുവാൻ, പരമാവധി അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും, ഞാൻ അതിനുവേണ്ടി ഓടി നടക്കും. എൻ്റെ സ്വന്തം ജീവനെ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വളരെയധികം അധ്വാനിക്കുമെന്ന് താൻ തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, പൗലോസിൻ്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, താൻ വളരെ അധ്വാനിച്ചു. പലതവണ മരണത്തിൽ അകപ്പെടത്തക്ക രീതിയിൽ താൻ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോയി. ഹല്ലേലൂയ. താൻ പറയുന്നു, ഇതിനെല്ലാം എന്നെ യോഗ്യനാക്കിയത് ഞാനല്ല, എന്നിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഗലാത്യർ 2:2 താൻ ഇപ്രകാരം പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിച്ചുകൊണ്ട് തനിക്കിഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എവരെ പൗലോസ് പറയുന്നു, ഞാൻ ഈ കൃപ വ്യർത്ഥമാകാതിരിക്കത്തക്ക രീതിയിൽ, ഈ കൃപയുടെ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കത്തക്ക രീതിയിൽ എത്രത്തോളം അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ അർഹതയില്ലായ്മ അവിടെ പറയുന്നു, തൻ്റെ പാപമുള്ള ജീവിതം അവിടെ പറയുന്നു, സഭയെ ഉപദ്രവിച്ചതായ കാര്യം പറയുന്നു, കർത്താവിനും കർത്താവിൻ്റെ വേലക്കാരെയും വേദനിപ്പിച്ചതായ കാര്യം പറയുന്നു. അത് പറഞ്ഞിട്ട് പറയുന്നു, ഹല്ലേലൂയ, എന്നിട്ടും കർത്താവിനെ തിരഞ്ഞെടുത്തു, കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു യോഗ്യതയില്ലായിരുന്നിട്ടും അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണി, എന്നെ ഒരു അപ്പോസ്തലനാക്കി മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് തന്ന ഈ വലിയ ദൈവകൃപ, എന്നെ ഏൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം, അത് എത്രയും എന്നെ കൊണ്ട് സാധിക്കുമോ, എൻ്റെ അവസാന ശ്വാസം വരെ എത്രയും എന്നെ കൊണ്ട് സാധിക്കുമോ അത്രയും കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഞാൻ എന്നെ തന്നെ ഫലമേൽപ്പിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ദാസൻ പറയുന്നത്. പൗലോസിൻ്റെ അനുഭവം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെ തന്നെ താൻ തെളിയിച്ചു കാണിച്ചു കൊടുത്തു. കർത്താവിനോട് താൻ കടപ്പെട്ടവനായി മുമ്പോട്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവകൃപയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ വളരെ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ആമേൻ. ആദ്യം പൗലോസ് പറഞ്ഞു, ഞാൻ അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനു മുമ്പ് പറയുന്നു, ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഇത് വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നൊരു കാര്യമാണ്. വ്യർത്ഥമായില്ല എന്ന് പറയുമ്പോൾ, എന്നെ ഏൽപ്പിച്ച ദൈവകൃപ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് എത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് ചെയ്യുവാൻ ഞാൻ അത്യന്തം ഉത്സാഹം കാണിച്ചു എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. എന്നെ ഏൽപ്പിച്ച കർത്താവിൻ്റെ ആ വലിയ ജോലി, എന്നെ കർത്താവ് ഫലമേൽപ്പിച്ചതായ ഈ ശുശ്രൂഷ, അല്ലെങ്കിൽ എനിക്ക് നൽകപ്പെട്ടതായ ഈ ജോലി, അല്ലെങ്കിൽ നൽകപ്പെട്ട ഈ കുടുംബജീവിതം, നൽകപ്പെട്ട മറ്റു ഉത്തരവാദിത്വങ്ങൾ, ഇതെത്രയും ഭംഗിയായി ഞാൻ നിർവഹിച്ചുവെന്ന്, അല്ലെങ്കിൽ എനിക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ എത്ര പേർക്ക് കർത്താവിനോട് പറയുവാനായിട്ട് സാധിക്കും? യോബിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞല്ലോ ദൈവം. ദാവീദിനെ കുറിച്ച്
ദാനിയേലിനെ കുറിച്ച്, യോസഫിനെ കുറിച്ചൊക്കെ ദൈവം, അബ്രഹാമിനെ കുറിച്ച്, മോശയെ കുറിച്ച്, എലിയാബിനെ കുറിച്ച്. ഹല്ലേലൂയ. പക്ഷെ നമ്മളാരും അത്രത്തോളമൊന്നും എത്തപ്പെടാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ ഈ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, നമ്മുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട്, ആമേൻ, നമുക്ക് കർത്താവിനോട് പറയാൻ കഴിയുമ്പോൾ, കർത്താവേ, എന്നെക്കൊണ്ട് കഴിയാവുന്നത് പോലെയൊക്കെ അതിൻ്റെ പരമാവധി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല, അത് വ്യർത്ഥമാകുവാൻ ഞാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് പരമാർത്ഥം. വളരെ ശുഷ്കാന്തിയോടെ, വളരെ തീഷ്ണതയോടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി താൻ ഇറങ്ങിത്തിരിച്ചു. അതിനു മുമ്പ് സഭയെ മുടിക്കുവാൻ എത്ര താല്പര്യത്തോടെ ഇറങ്ങിത്തിരിച്ചു, അതിനേക്കാൾ താല്പര്യത്തോടുകൂടി സഭയെ സേവിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ പൗലോസ് ഇറങ്ങിത്തിരിച്ചു. ഒരുപാട് ആപത്തുകളും അപകടങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ടായി. 12-ാം അധ്യായത്തിൽ താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഉച്ചരിച്ചുകൂടാതെ ചിലത് താൻ കേട്ടു, അവിടെ താൻ സംസാരിച്ചു എന്നൊക്കെ താൻ പറയുന്നത്. അവിടെ നാം ദൈവകൃപയുടെ വ്യാപാരത്തെയാണ് കണ്ടത്. നമുക്ക് മറ്റൊരു വിഷയമാണ് പിന്നെടുക്കാമെങ്കിലും അതൊന്ന് സൂചിപ്പിച്ച് മുമ്പോട്ട് പോകട്ടെ. ആമേൻ. വെളിപ്പാടുകളെ ആധികത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് കർത്താവ് ഒരു ശൂലം, സാത്താൻ്റെ ശൂലത്തെ കുത്തുവാൻ കൊടുത്തു. 3 നാൾ അപേക്ഷിച്ച് വിട്ടുപോയില്ല. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ആമേൻ. ഈ കൃപ നേരത്തെ ഇല്ലായിരുന്നു പൗലോസിന്. ഈ കൃപയിലല്ലേ തൻ്റെ തുടക്കം, ഈ കൃപയിലല്ലേ താൻ ഇതുവരെയും വളർന്നു വന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് നൽകിയ കൃപ വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്, ഈ കൃപയുടെ മാഹാത്മ്യത്തെ നാം മനസ്സിലാക്കിയാൽ മാത്രമേ, ഈ കൃപയുടെ വില നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ഈ കൃപയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവകൃപയെ നമുക്ക് വിലയുള്ളതായി കാണുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ, എന്നെ വ്യാപരിച്ച കൃപയാണെല്ലാം ചെയ്യിപ്പിച്ചത് എന്നെ കൊണ്ട്. ഹല്ലേലൂയ. തനിക്ക് തന്നെ താൻ ഒന്നും, അതേ, നേട്ടമായിട്ടൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ബോസ്റ്റ് ചെയ്യാൻ തനിക്കൊന്നുമില്ല, പ്രശംസിക്കാൻ തനിക്കൊന്നുമില്ല. ആമേൻ. താൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്, ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദാസന്മാരെ, മറ്റു കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നവരെ, മറ്റു വിശ്വാസ സമൂഹമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് വേണ്ടി നാം എത്രയും അധ്വാനിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൈവകൃപയെ നാം എത്രത്തോളം വില നൽകിയിട്ടുണ്ട്. ഈ ദൈവകൃപയുടെ മാഹാത്മ്യത്തെ എത്രത്തോളം നാം, അതിൻ്റെ വിലയെ നാം മനസ്സിലാക്കി അതിനനുസൃതമായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് ഈ സന്ധ്യാസമയം നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. താൻ പറയുന്നു, ഞാൻ വളരെ അധ്വാനിച്ചു. ആരെക്കാൾ? മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാളും ഞാൻ അധ്വാനിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിപ്പാൻ ദൈവം എനിക്ക് സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? എനിക്ക് ധാരാളം കൃപ ദൈവം തന്നു. പ്രൈസ്. ഒരുപക്ഷെ പത്രോസിന് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തതിനേക്കാൾ കൃപ തന്നെന്നെ സഹായിച്ചു എന്നായിരിക്കാം ഒരുപക്ഷെ പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച കൃപയിൽ താൻ വിശ്വസ്തയോട് നിന്നതുകൊണ്ട് എല്ലാം ചെയ്യാൻ ദൈവം ശക്തീകരിച്ചു എന്നായിരിക്കാം അവകാശപ്പെടുന്നത്. അപ്പോൾ തന്നെ താൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഇത് ചെയ്യാനോ ഇത് പറയാനോ ഒന്നുമുള്ള യാതൊരു യോഗ്യതയുമുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോടായിട്ട് പൗലോസ് പറയുക. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നൊരു ജീവനോടിരിക്കുന്ന ചിലർ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ
അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എനിക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. മറ്റു അപ്പോസ്തലന്മാരെ അപേക്ഷിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിതിന് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. യാതൊരു അർഹതയുമില്ലാത്തൊരു സ്ഥാനത്തോടാണ് ദൈവം എന്നെ അവരോധിച്ചത്. ആമേൻ. പക്ഷേ അങ്ങനെ അവരോധിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരെക്കാട്ടിലും അധികം അധ്വാനിപ്പാൻ, അവരെല്ലാവരെക്കാട്ടിലും അധികം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവരെല്ലാവരെക്കാട്ടിലും അധികം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇത് ഞാനല്ല, ഇതെന്നോടുകൂടി വ്യാപരിച്ച ദൈവകൃപയാണ് എന്നെ സഹായിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മോടുകൂടിയും ഈ ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നാം നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുമായി താരതമ്യ പഠനം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മെ ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ, നമ്മെ ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ കണ്ടുകൊണ്ട് എത്രയും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുമോ അത്രയും ചെയ്യുവാൻ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങൾ ഫലമേൽപ്പിക്കാം. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് പൂർണ്ണമായ മഹത്വം കൊടുക്കുകയാണ്. ദൈവകൃപയ്ക്ക് മുഴുവനുമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൗലോസ് പറയുക. ഈ കൃപയുടെ മഹാത്മ്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഏത് സ്ഥാനത്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ നേരത്തെ എവിടെയായിരുന്നു, ഇന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നു. ഈ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വരുവാൻ ഒരു യോഗ്യതയുമില്ല. ഞാൻ വിചാരിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയേ നമുക്ക് പറയാൻ സാധ്യമാകൂ. നമ്മൾ ആരും ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെ നമ്മൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ കർത്താവ് കൊണ്ടുവന്നു, കർത്താവ് കൈപിടിച്ച് നടത്തി. അത്രമാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ സന്ധ്യാസമയം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അഹങ്കരിപ്പാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. പുകഴുവാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. പ്രശംസിപ്പാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. അഭിമാനിപ്പാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നും നമുക്കില്ല പ്രിയപ്പെട്ടവർ. ഞാനും നിങ്ങളുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഇന്ന് എന്തെങ്കിലും നാം ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതും ദൈവത്തിൻ്റെ കൃപയാലാണ്. ഇനി നാളെ എന്തെങ്കിലും ചെയ്യാൻ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അതും ദൈവത്തിൻ്റെ കൃപയാലാണ്. എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഞാനും നിങ്ങളുമായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. ഹല്ലേലൂയ. ഈ കൃപ ഒരിക്കലും വ്യർത്ഥമായി പോകാതിരിപ്പാൻ നമ്മുടെ കുറിവാക്യം അതാണല്ലോ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യമാണല്ലോ കുറിവാക്യം. ദൈവം നമ്മെ ഏൽപ്പിച്ച് നമുക്ക് തന്ന കൃപ ഒരിക്കലും വ്യർത്ഥമായി പോകാതിരിപ്പാൻ, വേസ്റ്റായി പോകാതിരിപ്പാൻ. Let the grace of God not be in vain. Hallelujah. നമുക്ക് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവർ, അധ്വാനിക്കാൻ നമുക്കൊണ്ടാവുവോളം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ, അഥവാ കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് അധ്വാനിക്കാം. നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം, ഒരുങ്ങാം, ഉണർന്ന് ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് പോകാം. പൗലോസിനെ പോലെ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.